സന്ധ്യയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം. സന്ധ്യ, കിഴക്കേക്കോട്ടയിൽ നല്ല തിരക്കുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. അവിടെ എങ്ങനെയാണ് ഇന്ന് പൊങ്കാലയ്ക്ക് ആൾക്കാരൊക്കെ നിരന്നിരിക്കുന്നത്? അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ കാണുന്നത്. എനിക്ക് പുറകിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട, ചുറ്റും റോഡിൽ ഇരുവശത്തും പൊങ്കാല അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന സ്ത്രീജനങ്ങൾ. അത്രയും മനോഹരമായ കാഴ്ചയ്ക്കാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. നേരത്തെ പൂജയും മോത്തിയും പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്തിന് ഇതൊരു ആഘോഷമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുകാരുടെ ആവേശമൊക്കെ നമുക്ക് അടുത്തറിയാൻ കഴിയുന്നു എന്നതാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും പൊങ്കാല അർപ്പിക്കാൻ മനസ്സും ശരീരവും അമ്മയിലേക്ക് അർപ്പിച്ച് പൊങ്കാല അർപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ സ്ത്രീജനങ്ങളും. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ്. ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ റോഡിൽ ഇരുവശത്തും പൊങ്കാല അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന സ്ത്രീജനങ്ങളും അവരെല്ലാവരും അവരുടെ മനസ്സും ശരീരവും അമ്മയിൽ അർപ്പിച്ച് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഈ ഒരു കാത്തിരിപ്പ് അത് എത്രത്തോളം മനോഹരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തിരുവനന്തപുരം അതീവ സുന്ദരിയായിരിക്കുന്നു എന്നുകൂടി പറയുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സാക്ഷ്യം വഹിച്ച അത്യപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയുകയാണ്. അതിമനോഹരമായ കാഴ്ച. പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ത്രീജനങ്ങൾ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതിമനോഹരമായൊരു കാഴ്ച എന്ന് തന്നെ പറയുകയാണ്. ഇനി ഒരു 10:15 എന്ന മണി, ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. പണ്ടാരി അടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരം അനന്തപുരി യാഗശാലയായി മാറും. ആ ഒരു കാത്തിരിപ്പിലാണ് എല്ലാ സ്ത്രീജനങ്ങളും. അത്യപൂർവമായ നിമിഷങ്ങൾക്കാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. പൂജ.